കട്ടപ്പ നിന്നെങ്ങനെ നോക്കി നിൽക്കാനാണോ കൊണ്ടുവന്നേ? അയ്യോ അണ്ണൻ ഇങ്ങനെ ഒന്നും മിണ്ടാതെ സ്റ്റക്ക് ചെയ്ത് നിന്നപ്പോ ഞാൻ കരുതി ചേട്ടത്തിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുകയായിരിക്കുന്നേ. അതാ ഞാനൊന്നും മിണ്ടാഞ്ഞേ. അല്ലെന്നാ ഞാനൊന്നും ചെയ്യണ്ടേ? തല കുത്തി നിക്ക്. ഓക്കേ എന്താ കാണിക്കണേ? അല്ല അണ്ണനല്ലേ പറഞ്ഞേ തല കുത്തി നിക്കാൻ. അതാ. ഓ ഇങ്ങനൊരു സാധനം. നീ പോയേ ആ കഥകൊന്ന് മുട്ടിക്കേ. ആ ഓക്കെ അണ്ണാ. ഇന്ന് ഒന്നെങ്കിൽ പെണ്ണ് അല്ലെങ്കിൽ പൈസ, രണ്ടിലൊന്നും മേടിക്കാതെ ഞാൻ ഇവിടുന്ന് പോകത്തില്ല. ചേച്ചി ചേച്ചി ആരെങ്കിലും ഒന്ന് വന്നേ. അണ്ണാ പിച്ചക്കാരനാ വിചാരിച്ച് പിച്ചിട്ടില്ലല്ലോ, അത് നിന്റെ ഭാഗ്യം. ഇങ്ങോട്ട് മാറി നിക്ക്. വരട്ടെ തള്ള, ഇങ്ങോട്ട് വരട്ടെ, ശരിയാക്കി കൊടുക്കുന്നുണ്ട് ഞാൻ. വീട്ടിലാരുമില്ലേ? ആരുമില്ലേന്ന്? അയ്യോ ഇവന്മാരോ? ഇവന്മാരോ എന്തേ കാലത്തന്നെ ഇങ്ങോട്ട്? കണ്ടിട്ട് മനസ്സിലായില്ല? ബ്രേക്ക്ഫാസ്റ്റ് ചായ കുടിക്കാൻ വന്നതാ. എന്തേ? പോതല്ലേ എന്താകിലേ? നിന്നോട് കഴിഞ്ഞ ആഴ്ച തന്നെ പറഞ്ഞല്ലോ ഈ മാസം അവസാനം എങ്ങനെയെങ്കിലും വട്ടി പൈസ ഫുള്ളും തരാന്നേ. പിന്നെന്താ? എനിക്ക് ഈ മാസം ലാസ്റ്റ് വരെ കാത്തുക്ക സൗകര്യമില്ല. എനിക്ക് ഇന്ന് തന്നെ വേണം. ഇങ്ങനെ പെട്ടെന്ന് ഇപ്പൊ തന്നെ വേണമെന്ന് പറഞ്ഞാ ഞങ്ങൾ എന്താ ബാങ്കിൽ നിന്ന് ഇവിടെ കൊണ്ട് അച്ചടിച്ചാണോ വെച്ചേക്കുന്നേ? എടുത്തങ്ങ് തരാനേ. കിളവി വേണ്ടട്ടോ, എന്റെ അണ്ണന്റെ മക്കിട്ട് കയറാൻ നിൽക്കണ്ട. ഞാൻ അന്ന് പറഞ്ഞതാ എനിക്ക് ഇന്ന് പറയാനുള്ളത്. ഒന്നെങ്കിൽ വട്ടി പലിശ ഫുള്ളും പലിശ സഹിതം എന്റെ കയ്യിൽ ഏൽപ്പിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ മോളെ എനിക്ക് കെട്ടിച്ചു തന്നേര്. എന്നാ പിന്നെ പലിശയും കൊടുക്കണ്ട പൈസയും തരണ്ട. പോരെ? നിന്റെ മോന്തയ്ക്ക് എന്റെ പേരക്കുട്ടിനെ വേണല്ലേ? കിളവി ഞാനേ നിന്നോടല്ലേ സംസാരിക്കാൻ വന്നേ, നിങ്ങളെ മോളോടാ. ഞാനും നിങ്ങളെ മോളും സംസാരിച്ചോളാം കേട്ടാ. ഇനിയിപ്പോ എന്നോട് എന്താ പ്രത്യേകിച്ച് സംസാരിക്കാനുള്ളത്? അന്ന് തന്നെ ഞാൻ പറഞ്ഞതല്ലേ ഈ മാസം ലാസ്റ്റ് എന്തായാലും പലിശ സഹിതം എല്ലാ പൈസ നിനക്ക് തിരിച്ചു തന്നിരിക്കും. പിന്നെന്തിനാ നീ പോടെ വന്നിട്ട് അലമ്പുണ്ടാക്കുന്നേ? ഈ മാസം തരും അടുത്ത മാസം തരും എന്ന് പറഞ്ഞിട്ടെ കൊറേ മാസങ്ങളോളം വർഷങ്ങളോളം ഓടിച്ചതൊക്കെ മതി. ഇനി അതിന് ഈ അഖില് സമ്മതിക്കത്തില്ല. എനിക്ക് ഇന്ന് തന്നെ ഒന്നെങ്കിൽ പൈസ അല്ലെങ്കിൽ പെണ്ണ്, രണ്ടിലെന്തെങ്കിലും ഒന്ന് കിട്ടിയേ പറ്റൂ. അല്ലാതെ ഇവിടുന്ന് ഒരു അടി ഞാൻ നീങ്ങത്തില്ല. നിനക്കൊക്കെ എന്റെ പേരക്കുട്ടീനെ ചോദിക്കാൻ എന്ത് യോഗ്യതയാണ് ഉള്ളത്? കിളവി അണ്ണനെ പറ്റി അറിഞ്ഞോണ്ടാണോ ഇങ്ങനെ ചോദിക്കുന്നത്? അണ്ണന് ഈ നാട്ടില് എത്രയും വലിയ പൈസക്കാരനാന്ന് കിളവിക്ക് എന്നെ അറിഞ്ഞൂടെ? പൈസക്കാരനാന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം? സ്വഭാവം അത് നന്നല്ലെങ്കിൽ പിന്നെ പൈസക്കാരനായിട്ട് എന്ത് കാര്യം? നിന്ന് ഡയലോഗ് അടിച്ചതൊക്കെ മതി. എനിക്ക് രണ്ടിലൊരു ഉത്തരം പറഞ്ഞേ പറ്റൂ. അല്ലെങ്കിൽ വേണ്ട, എനിക്ക് നിങ്ങളോട് സംസാരിച്ച് എന്റെ എനർജി കളയാനൊന്നും താല്പര്യമില്ല. നിങ്ങളെ മോളെന്ന് വിളിച്ചേ ആ സീതാ മഹാലക്ഷ്മിനെ. ഞാനേ ഇനി അവളോട് സംസാരിച്ചോളാം. സീതാ മഹാലക്ഷ്മി പേര് പോലെ തന്നെ അതിസുന്ദരിയാണല്ലോ. ക്രഷ് അടിച്ച് എന്റെ അണ്ണനെ ക്രഷ് അടിച്ചേ. ഇതിനെന്തിനാടാ നീ ഷോക്ക് അടിച്ച പോലെ ഇങ്ങനെ കിടന്ന് അലറുന്നേ? സീതേ രണ്ടിലൊരു ഉത്തരം നീ പറഞ്ഞേ പറ്റൂ. കാരണം നിന്റെ വീട്ടുകാരോട് സംസാരിച്ചിട്ട് ഒരു കാര്യമില്ലാന്ന് എനിക്ക് മനസ്സിലായി. ഇനി നീ വേണം നിന്റെ ഉത്തരം പറയാനേ. പോരട്ടെ എന്റെ സീതമോളെ മനസ്സിലുള്ള ഇഷ്ടം അങ്ങ് പോരട്ടെ. ഇവിടെ ആരും മോളെ തടയത്തില്ല. മോള് ധൈര്യമായിട്ട് പറഞ്ഞോ, ചേട്ടായി ഉണ്ടാവും കൂടെ. ഈ മാസം ലാസ്റ്റ് തന്നെ കഴിയണതും എല്ലാ പൈസയും പലിശ സഹിതം ഏട്ടന് തിരിച്ചേൽപ്പിക്കും. അതുവരെ ചേട്ടൻ ഇവിടെ വന്ന് ശല്യം ചെയ്യരുത്. ഇത് ചേട്ടന്റെ പെങ്ങളെ ഒരു റിക്വസ്റ്റ് ആയിട്ട് കരുതണം. പ്ലീസ് ഏട്ടാ. പെങ്ങളോ? എന്നാലും അണ്ണ ഒരു നിമിഷ നേരം കൊണ്ട് അണ്ണനങ്ങ് ഇല്ലാണ്ടാക്കി കളഞ്ഞല്ലോ. പെങ്ങളെന്ന് പറഞ്ഞു പോയി. ഈ കൂടുതൽ എനിക്കൊന്നും സംസാരിക്കാനില്ല. എന്റെ എല്ലാ ആഗ്രഹവും ഒരു നിമിഷം കൊണ്ട് അങ്ങ് കുഴിച്ചില്ലാണ്ടാക്കി കളഞ്ഞ്. എന്തായാലും ഒരു കാര്യം ചെയ്യ്, ഈ മാസത്തിനുള്ളിൽ എനിക്ക് എന്തായാലും പൈസ വേണം. അല്ലാന്നുണ്ടെങ്കിൽ മര്യാദയ്ക്ക് ഈ വീട് വിട്ടിട്ടെങ്കിലും എനിക്ക് എന്റെ പൈസ തരണം. അത്രേ ഉള്ളൂ. അണ്ണാ അപ്പൊ പെണ്ണും വേണ്ട ഒരു മണ്ണും വേണ്ട, നീ ഒന്ന് വന്നേ. ഞാനിന്ന് പട്ടണത്തിലേക്ക് ഡാൻസ് പഠിപ്പിക്കാൻ പോവാട്ടോ. നീ ധൈര്യമായിട്ട് പോയിട്ട് വാടി മോളെ. അമ്മയല്ലേ, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അമ്മ നോക്കിക്കോളാം. അല്ല ഈ വട്ടം എത്ര ദിവസം വരിക? ഒരു മാസം അമ്മ പറഞ്ഞേ. അരങ്ങേറ്റം കഴിഞ്ഞ കൈയോടെ ഞാൻ ഇങ്ങോട്ട് പോരും. ഞാൻ വന്നതിന് ശേഷം ഇവിടുത്തെ കടങ്ങളൊക്കെ തീർത്ത് വേറെ എവിടെങ്കിലും ഒരു കൊച്ചു വീടെടുത്ത് താമസം മാറാട്ടോ.
ഓ ശരിയടി മോളെ, നീ വാ, അമ്മ മകൾ കഴിക്കാൻ വെക്കാം. ഹേയ് ഒന്നും വേണ്ട അമ്മേ, എനിക്ക് വിശപ്പില്ല. ഞാനന്ന് ഇറങ്ങുവാട്ടോ. മോളെ കഴിച്ചിട്ട് പോ. പാവം കൊച്ച്, അവക്ക് സങ്കടമായിന്നാ തോന്നുന്നേ.